വേർഡ് ഓഫ് ഗോഡ് ടുഡേ 3-ാം മണിക്കൂർ. നിയമാവർത്തന പുസ്തകം 4-ാം അധ്യായം 15 മുതൽ ഉള്ള വാക്യങ്ങൾ. അതിനാൽ നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കുവിൻ. ഹോറേബിൽ വെച്ച് അഗ്നിയുടെ മധ്യത്തിൽ നിന്ന് കർത്താവ് നിങ്ങളോട് സംസാരിച്ച ദിവസം നിങ്ങൾ ഒരു രൂപവും കണ്ടില്ല. അതിനാൽ എന്തിൻ്റെയെങ്കിലും സാദൃശ്യമോ പുരുഷൻ്റെയോ സ്ത്രീയുടെയോ ഭൂമിയിലുള്ള ഏതെങ്കിലും മൃഗങ്ങളുടെയോ ആകാശത്തിലുള്ള ഏതെങ്കിലും പറവയുടെയോ നിലത്തഴിയുന്ന ഏതെങ്കിലും ജന്തുവിൻ്റെയോ ഭൂമിക്കടിയിലെ ജലത്തിൽ വസിക്കുന്ന ഏതെങ്കിലും മത്സ്യത്തിൻ്റെയോ സാദൃശ്യത്തിൽ വിഗ്രഹമുണ്ടാക്കി നിങ്ങളെ തന്നെ അശുദ്ധരാക്കാതിരിക്കാൻ സൂക്ഷിച്ചുകൊള്ളുവിൻ. നിങ്ങൾ ആകാശത്തിലേക്ക് കണ്ണുകൾ ഉയർത്തി സൂര്യനെയോ ചന്ദ്രനെയോ നക്ഷത്രങ്ങളെയോ എല്ലാ ആകാശഗോളങ്ങളെയും കണ്ട് ആകൃഷ്ടരായി അവയെ ആരാധിക്കുകയും സേവിക്കുകയും ചെയ്യാതിരിക്കാൻ പ്രത്യേകം ശ്രദ്ധിച്ചുകൊള്ളുവിൻ. അവ ആകാശത്തിൻ്റെ കീഴിലുള്ള എല്ലാ ജനതകൾക്കും വേണ്ടി നിങ്ങളുടെ ദൈവമായ കർത്താവ് നൽകിയിരിക്കുന്നവയാണ്. ഇന്നത്തെ പോലെ നിങ്ങൾ തൻ്റെ സ്വന്തം ജനമായിരിക്കേണ്ടതിന് കർത്താവ് നിങ്ങളെ സ്വീകരിക്കുകയും ഈജിപ്തിൽ നിന്ന് ഇരുമ്പ് ചൂളയിൽ നിന്ന് പുറത്തു കൊണ്ടുവരികയും ചെയ്തിരിക്കുന്നു. പ്രിയമുള്ളവരെ, ഇവിടെ വിഗ്രഹാരാധനയെക്കുറിച്ച് കൃത്യമായിട്ടുള്ള സൂചന തരിക. ആകാശത്തിന് കീഴിലുള്ള ഒന്നിൻ്റെയും പ്രതിമയുണ്ടാക്കുകയോ അതിനെ വണങ്ങുകയോ അതിൽ നിൻ്റെ ഹൃദയം പ്രതിഷ്ഠിക്കുകയോ ചെയ്യരുത്. ദൈവമല്ലാതെ നിനക്ക് മറ്റൊരു ശക്തിയിലും ആരാധന ഉണ്ടാകാൻ പാടില്ല. അതിനെ വണങ്ങാൻ പാടില്ല. അതിൽ ആശ്രയം വെക്കാൻ പാടില്ല. ആശ്രയം ദൈവം മാത്രമാണ് എന്ന് കൃത്യമായിട്ടും ജനത്തെ പഠിപ്പിക്കാനാണ് ദൈവം ആദ്യം മുതലേ പരിശ്രമിച്ചിരിക്കുന്നത്. അതെ, വീണ്ടും വീണ്ടും പോകുന്ന ജനത്തിൻ്റെ പുറകെ വേട്ടപ്പട്ടിയെ പോലെ നടന്ന് വീണ്ടെടുക്കാൻ ശ്രമിക്കുന്ന ദൈവത്തിൻ്റെ ചിത്രമാണ് ഇവിടെയെല്ലാം നമ്മൾ കാണുക. ഒറ്റ ലക്ഷ്യമേ ദൈവത്തിനുള്ളൂ. ദൈവം വീണ്ടെടുത്ത ഈ ജനത ദൈവത്തെ ആരാധിക്കണം, ആശ്രയം അവനിൽ വെക്കണം. നിനക്കെല്ലാം തരാൻ എനിക്കേ കഴിയൂ, അല്ലാതെ ആർക്കും ലോകത്തൊരു ശക്തിക്കും കഴിയില്ല. നീ എൻ്റെ മകനാണ്, മകളാണ്, ഞാൻ നിൻ്റെ ദൈവമാണ്, നിനക്കാവശ്യമായതെല്ലാം തരാൻ ഞാൻ തയ്യാറാണ്. നീ ദൈവത്തിൽ ആശ്രയിക്കുക മാത്രം ചെയ്താൽ മതി. പ്രിയമുള്ളവരെ, ഇതാണ് ഇന്നത്തെ ചിന്ത. എന്നാൽ ദൈവത്തെ മറ്റുള്ളവർക്ക് പകർന്നു കൊടുക്കുവാൻ വേണ്ടി ഭാഷകളും വിദ്യാഭ്യാസവും ലിപികളും എല്ലാം കണ്ടുപിടിച്ച് ജനത്തിൻ്റെ മുമ്പിൽ ഈശോയെ കൊടുക്കുവാൻ ശ്രമിച്ചിരുന്ന ഒരു കാലഘട്ടം നമ്മുടെ മുമ്പിലുണ്ട്. എന്നാൽ ഇന്ന് ആ സാധനം തന്നെ, ആ വിദ്യ നമ്മളുടെ വിഗ്രഹമായി മാറി എന്ന് പറയാതിരിക്കാൻ വയ്യാത്ത അവസ്ഥയിൽ നമ്മളെത്തി. കുഞ്ഞിലേ മുതൽ നമ്മൾ നമ്മുടെ മക്കളെ പറഞ്ഞ് പഠിപ്പിക്കുന്ന ഒറ്റ കാര്യമേ ഉള്ളൂ: എങ്ങനെയേലും പഠിച്ചു മിടുക്കനായാൽ രക്ഷപ്പെടാം, എങ്ങനെയും പഠിച്ച് രക്ഷപ്പെടണം. രക്ഷയ്ക്കുള്ള ആകെ ഒരായുധം മാത്രം, അത് വിദ്യാഭ്യാസം. ദൈവത്തെ കാറ്റിൽ പറത്തി നമ്മൾ കടന്നു പോവുകയാണ്. അതിൻ്റെ പരിണിത ഫലം നമുക്കറിയാം. ലോകത്ത് എവിടെ, പ്രത്യേകിച്ച് മലയാളികൾ, സുറിയാനി ക്രിസ്ത്യാനികൾ അല്ലെങ്കിൽ കത്തോലിക് ക്രൈസ്തവർ വിദ്യ അഭ്യസിച്ചിട്ട് നമ്മൾ പോയി പണമുണ്ടാക്കാനുള്ള വ്യഗ്രതയിൽ ഓടുകയാണ്. എന്തിനു വേണ്ടിയാണെന്ന് നമ്മൾ ഓർക്കുന്നില്ല, അറിയുന്നില്ല, ചിന്തിക്കുന്നില്ല. നിന്നെ സൃഷ്ടിച്ച ദൈവത്തെ മറന്ന് നീ പോയാൽ അതിൻ്റെ പരിണിത ഫലം എന്തായിരിക്കുമെന്ന് റോമാക്കാർക്കെഴുതിയ ലേഖനത്തിൽ കൃത്യമായിട്ട് 1-ാം അധ്യായത്തിൽ പറഞ്ഞു വെച്ചിട്ടുണ്ട്. പ്രിയമുള്ളവരെ, ഇതൊന്നും മനസ്സിലാക്കാതെ നമ്മൾ ഓടി അന്ധകാരത്തിലൂടെ കടന്നു പോകുന്നെങ്കിൽ തിരിച്ചു വരേണ്ട ഒരു കാലഘട്ടത്തിലാണ് നമ്മൾ എത്തി നിൽക്കുക. റോമാക്കാർക്ക് എഴുതിയ ലേഖനം 1-ാം അധ്യായത്തിൻ്റെ 21 മുതലുള്ള വാക്യങ്ങൾ ഞാനൊന്ന് വായിക്കാം. എൻ്റെ പ്രിയമുള്ളവരെ, ശ്രദ്ധയോടെ കേൾക്കണമേ എന്ന് അപേക്ഷിക്കുകയാണ്. അവർ ദൈവത്തെ അറിഞ്ഞിരുന്നെങ്കിലും അവിടുത്തെ ദൈവമായി മഹത്വപ്പെടുത്തുകയോ അവിടത്തേക്ക് നന്ദി പ്രകാശിപ്പിക്കുകയോ ചെയ്തില്ല. മറിച്ച് അവരുടെ യുക്തിവിചാരങ്ങൾ നിഷ്ഫലമായി തീരുകയും വിവേകരഹിതമായ ഹൃദയം അന്ധകാരത്തിൽ ആണ്ടുപോവുകയും ചെയ്തു. ജ്ഞാനികളെന്ന് അവകാശപ്പെട്ടുകൊണ്ട് അവർ ഭോഷന്മാരായി തീർന്നു. അവർ അനശ്വരനായ ദൈവത്തിൻ്റെ മഹത്വം നശ്വരമായ മനുഷ്യൻ്റെയോ
പക്ഷിയുടെയോ മൃഗങ്ങളുടെയോ ഇഴജന്തുക്കളുടെയോ സാദൃശ്യങ്ങളുള്ള വിഗ്രഹങ്ങൾക്ക് കൈമാറി. അതുകൊണ്ട് ദൈവം അവരെ തങ്ങളുടെ ഭോഗാസക്തികളോടുകൂടെ ശരീരങ്ങൾ പരസ്പരം അപമാനിക്കുന്നതിനും അശുദ്ധിക്ക് വിട്ടുകൊടുത്തു. എന്തെന്നാൽ അവർ ദൈവത്തിൻ്റെ സത്യം ഉപേക്ഷിച്ച് വ്യാജം സ്വീകരിച്ചു. അവർ സൃഷ്ടാവിലുപരി സൃഷ്ടിയെ ആരാധിക്കുകയും സേവിക്കുകയും ചെയ്തു. അവിടുന്ന് എന്നേക്കും വാഴ്ത്തപ്പെട്ടവനാകട്ടെ. ആമേൻ. അക്കാരണത്താൽ ദൈവം അവരെ നിന്ദ്യമായ വികാരങ്ങൾക്ക് വിട്ടുകൊടുത്തു. അവരുടെ സ്ത്രീകൾ സ്വാഭാവിക ബന്ധത്തിന് പകരം പ്രകൃതിവിരുദ്ധ ബന്ധങ്ങളിൽ ഏർപ്പെട്ടു. അതുപോലെ തന്നെ പുരുഷന്മാർ സ്ത്രീകളുമായുള്ള സ്വാഭാവിക ബന്ധം ഉപേക്ഷിക്കുകയും പരസ്പര ആസക്തിയിൽ ജലിച്ച് അന്യോന്യം ലജ്ജാകരമായ കൃത്യങ്ങളിൽ ഏർപ്പെടുകയും ചെയ്തു. തങ്ങളുടെ തെറ്റിന് അർഹമായ ശിക്ഷ അവർക്ക് ലഭിച്ചു. ദൈവത്തെ അംഗീകരിക്കുന്നത് പോരായ്മയായി അവർ കരുതിയ നിമിത്തം അധമവികാരത്തിനും അനുചിതമായ പ്രവൃത്തികൾക്കും ദൈവം അവരെ വിട്ടുകൊടുത്തു. അവർ എല്ലാ തരത്തിലും അനീതിയും ദുഷ്ടതയും അത്യാഗ്രഹവും തിന്മയും നിറഞ്ഞവരാണ്. അസൂയ, കൊലപാതകം, ഏഷണി, കലഹം, വഞ്ചന, പരദ്രോഹം എന്നിവയിൽ അവർ മുഴുകുന്നു. അവർ പരദൂഷകരും ദൈവനിന്ദകരും ധിക്കാരികളും ഗർവിഷ്ഠക്കാരും പൊങ്ങച്ചക്കാരും തിന്മകൾ ആസൂത്രണം ചെയ്യുന്നവരും മാതാപിതാക്കളെ അനുസരിക്കാത്തവരും ബുദ്ധിഹീനരും അവിശ്വസ്തരും ഹൃദയശൂന്യരും കരുണയില്ലാത്തവരും ആയിത്തീർന്നു. പ്രിയമുള്ളവരെ, ഇന്ന് നമ്മൾ ലോകത്തേക്ക് നോക്കിയാൽ ഈ റോമാക്കാർക്കെഴുതിയ ലേഖനത്തിൽ പറഞ്ഞിരിക്കുന്ന പലതും നമ്മൾക്ക് കാണാൻ സാധിക്കും. ഇതിൻ്റെയൊക്കെ പരിണിത ഫലം എന്താകുമെന്ന് നമുക്കറിയാം. എന്നാൽ ദൈവത്തെ മറന്നു പോകുന്നവരെ ഇത് ഓർമ്മയിലിരിക്കട്ടെ, രക്ഷിക്കാൻ ആരും ഉണ്ടാവുകയില്ല. ഞാൻ നിങ്ങളെ ചിന്തിക്കളയുമെന്ന് സങ്കീർത്തകൻ പറയുന്നത് കർത്താവെ അക്ഷരാർത്ഥത്തിൽ നമുക്കിന്ന് കാണാൻ പറ്റും. പ്രിയമുള്ളവരെ, നമ്മളുടെ ചിന്തകൾ ദൈവത്തിലേക്ക് തിരിക്കാൻ നമുക്ക് ശ്രമിക്കാം. പണവും പ്രതാപവും വിദ്യാഭ്യാസവും ഒക്കെ നമ്മുടെ വിഗ്രഹങ്ങളായി മാറിയെങ്കിൽ ഒരു പുനർചിന്തനത്തിന് ദൈവം നമ്മളെ സഹായിക്കട്ടെ. പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേൻ.